4-ാമത്തെ അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിലാണ് ദൂത് കിടക്കുന്നത്. സ്തോത്രം. 4-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തിലാണ് ദൂത് കിടക്കുന്നത്. ഒരാളിന് ശബ്ദമായി വായിക്കാമല്ലോ. 1 തെസ്സലോനിക്കരുടെ ലേഖനം 4-ാം അധ്യായം 16-ാമത്തെ വാക്യം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മൾ വായിച്ച ദൂത് ഇതാണ്. 16-ാമത്തെ വാക്യം. കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും. ഈ പ്രധാന ദൂതൻ എന്ന് പറയുന്നത് മീഖായേൽ എന്ന വ്യക്തിയാണ് പ്രധാനമായ ദൂതൻ. സ്തോത്രം. ദൂതന്മാരിൽ എല്ലാവരെയും നയിക്കപ്പെടുന്ന അല്ലെങ്കിൽ എല്ലാവരെയും ലീഡർ എന്ന് പറയുന്നത് മീഖായേലാണ്. സ്തോത്രം. ശക്തനായ ദൂതനാണ്. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ഈ മീഖായേലായിരിക്കും 1,85,000 പേരെ വെട്ടിയത്. സ്തോത്രം. ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു ഈ മീഖായേൽ തന്നെ ഒറ്റ രാത്രി കൊണ്ട് 1,85,000 പേരെ വെട്ടിയത്. അപ്പോൾ നമ്മൾ വേറൊരു ഭാഗത്ത് നമ്മൾ പഠിച്ചത് 70,000 പേരെ 3 ദിവസമായി വെട്ടിയത് സ്തോത്രം ഗബ്രിയേലായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. അതല്ലേ ദിവസം കൂടി വന്നത്. ഇദ്ദേഹത്തിന് 1 സെക്കൻഡ് മതി ആയിരങ്ങളെ കൊല്ലാൻ. അത്ര കരുത്തനായ ഒരു ദൂതനാണ് ഗബ്രിയേൽ മീഖായേൽ എന്ന ദൂതൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ദൂതന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കർത്താവിന് വഴി ഒരുക്കാൻ. സ്തോത്രം. തടസ്സമായി നിൽക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഒരു പ്രധാനമന്ത്രിക്ക് വഴി ഒരുക്കാൻ അതിൻ്റെതായ നിലയിലുള്ള വ്യക്തികളെ അതാത് തലങ്ങളിൽ നിയോഗത്തോടെ നിർത്തിയിരിക്കുന്നത് പോലെ ഇന്ന് രാത്രിയിലും തൻ്റെ കുഞ്ഞുങ്ങൾക്കായി വഴി ഒരുക്കാൻ ദൂതനെ ഇറക്കുന്ന ദൈവമാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ മാസത്തിൻ്റെ പ്രാരംഭ ദിവസം മുതൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ചില തടസ്സങ്ങളെ മാറ്റാൻ ദൂതൻ ഇറങ്ങണം. കേട്ടോ, ഇവിടെ തന്നെ നമ്മൾ വായിച്ചു കേട്ടില്ലേ, കർത്താവ് താൻ ഗംഭീരനാദത്തോടും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നോക്കിക്കേ, അടുത്ത് പറയുന്നത് പ്രധാന ദൂതന്റെ ശബ്ദത്തോടും. ആമേൻ. പ്രധാന ദൂതൻ എന്ന് പറഞ്ഞ വേറെ ആരുമല്ല, മീഖായേലിന്റെ ശബ്ദം തന്നെയാണ് അവിടെ മുഴങ്ങിയത്. സ്തോത്രം. ഈ മീഖായേലിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ എത്ര ദൂതന്മാരുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു ദൂതൻ തെറ്റിലേക്ക് അകപ്പെട്ടു പോയാൽ ആ ദൂതനെ ശിക്ഷ വിധിക്കാൻ പോലും മീഖായേലിന് അധികാരമുണ്ട്. സ്തോത്രം. ആമേൻ. അത്ര അധികാരമുള്ള ഒരു ദൂതനാണ്. അതല്ലേ സ്തോത്രം. ലൂസിഫർ എന്ന ദൂതനെ അവിടെ നിന്ന് വെട്ടി താഴേക്കിട്ടപ്പോൾ അവനെ മാത്രമല്ല ഒരു ശുദ്ധീകരണം തന്നെ ചെയ്തു. പ്രൈസ് ദി ലോർഡ്. അവനെയും അവന്റെ ദൂതന്മാരെയും കൂടെ എന്ത് ചെയ്യുന്നറിയാമോ? പടവെട്ടി ഭൂമിയിലേക്ക് തള്ളിയിട്ടു. പ്രൈസ് ദി ലോർഡ്. എത്ര ദൂതന്മാരുണ്ടെന്ന് പോലും നമുക്കറിയത്തില്ല. ആമേൻ. ആയിരക്കണക്കിന് ദൂതന്മാർ തന്നെ ലൂസിഫറിന്റെ കീഴിലുണ്ടായിരിക്കാം. അതെല്ലാം ശുദ്ധീകരണം പോലെ തന്നെ അദ്ദേഹം അവിടെ നിന്ന് വെട്ടി താഴേക്കിട്ടു. അതാണ് ഇവിടെ കിടക്കുന്നത്. ഈ ഭൂമിയിൽ കിടന്ന് അവൻ അനാത്മീയന്മാരെയൊന്നും വേണ്ട. എഴുതി വെച്ചോ, അനാത്മീയന്മാരെയൊന്നും ഈ ദൂതന് വേണ്ട. ഏത് ദൂതന്? വെട്ടിയിട്ട ദൂതന് വേണ്ട. അവന് വേണ്ടത് തണ്ടും തടിയും. ആമേൻ. എവിടെയും ഒറ്റയ്ക്ക് നിന്ന് പ്രസംഗിക്കാൻ ഏലിയാവിനെ പോലെ കരുത്തുള്ളവരെയാണ് ഈ വെട്ടുകൊണ്ട് നിലത്തു വീണ ദൂതന് വേണ്ടത്. സ്തോത്രം. അത് ആരൊക്കെയാ? ഞാനും നിങ്ങളെപ്പോലെ, എന്നെയും നിങ്ങളെപ്പോലെയുള്ള വ്യക്തികളായ വേണ്ടത്. എന്നേക്കാൾ ശ്രേഷ്ഠരാ നിങ്ങൾ. നിങ്ങളെ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ എന്ന് പറയുന്നത് അതിശ്രേഷ്ഠകരമായ ശുശ്രൂഷയാണ്. അപ്പോൾ അതിനകത്തുനിന്ന് പുറത്തേക്ക് തള്ളിയിടാൻ വേണ്ടി ഇവൻ വലിയ പദ്ധതികൾ ഒരുക്കുന്നുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എവിടെന്നെങ്കിലും ഒരു ശ്രുതി വരുമ്പോൾ നമ്മൾ കേൾക്കുക, ഇത് എവിടെന്നാ വരുന്നതെന്ന് കണ്ടുപിടിക്കാൻ വെളിപ്പാട് പ്രാപിച്ചവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മെ എല്ലാവർക്കും വേദനിപ്പിക്കാൻ കഴിയും.
പക്ഷെ അതിനപ്പുറം നമ്മെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ഭൂപരപ്പിലെ ശത്രു നമ്മെ കുത്തിക്കൊണ്ടേയിരിക്കും. എന്താ കുത്തുന്നതെന്നറിയാമോ? അപ്പുറത്തെ വീട്ടിലെ അവറാച്ചനെ നോക്ക്, അവനെല്ലാം ഉണ്ടല്ലോ, നിനക്കൊന്നും ഇല്ലല്ലോ. അവനെ നോക്കി പഠിക്ക്. ആമേൻ. നിരാശപ്പെടുത്തും, നമ്മെ ഉന്മൂലനാശം ചെയ്യാൻ, നമ്മെ തകർത്ത് കളയാൻ. ആമേൻ. വെട്ടുകൊണ്ട് വീഴ്ത്തപ്പെട്ട ദൂതൻ നിന്റെ പരാജയങ്ങളെ എടുത്ത് അടുത്തൊരു വ്യക്തിക്ക് കൊടുത്തിട്ട്, ആമേൻ, അവൻ അതിനെ ഊതി വീർപ്പിച്ച് ഒരു വലിയ ഹിമാലയം പോലെ ആക്കി, ആമേൻ, അവൻ അതിനെ പൊട്ടിച്ച് ഉത്സവം കൊണ്ടാടുന്നത് പോലെ അവൻ കൊണ്ടാടും. പക്ഷേ അധിക നിമിഷമൊന്നുമില്ല, അധികം ആയുസ്സൊന്നും അതിനില്ല. അതിനപ്പുറം അവന്റെ വീഴ്ച നമ്മൾ കാണാൻ പോകുകയാ. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവവൈദ്യരെ എല്ലാ കാലത്തും ഒരു മനുഷ്യനെ, ഒരു ആത്മീകനെ എല്ലാ കാലത്തും തളച്ചിടുവാൻ കഴിയത്തില്ല. അതാണ് വചനം പറയുന്നത്, നീതിമാന്മാർ 7 പ്രാവശ്യം വീണാലും നിലം പരിചയാകയില്ല. ഇന്ന് സൂര്യനെ പോലെ പ്രഭയോടെ തിളങ്ങി നിൽക്കുന്ന ശ്രേഷ്ഠന്മാരായ അഭിഷക്തന്മാർ ഇന്ന് ഈ ഭൂമിയിലുണ്ട്. അവരുടെ പിന്നാമ്പുറം ഒന്ന് പരിശോധിച്ച് നോക്കിക്കേ. നിരവധി പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന അഭിഷക്തന്മാരുടെ തലങ്ങളെ മാറ്റുമ്പോൾ ദുഷ്ടനായിരിക്കുന്ന ലൂസിഫർ അവൻ അട്ടഹസിച്ച് ചിരിക്കുമ്പോൾ, ഇവിടെ അവനെ തളയ്ക്കാനായി ആമേൻ മെയിൻ ദൂതനായിരിക്കുന്ന മീഖായേലിന്റെ അകമ്പടിയോടെ കർത്താവ് വാനമേഘങ്ങളെ കീറിമുറിച്ച് ആകാശമണ്ഡലങ്ങളെയും കാറ്റുകളെയും തന്റെ ചിറക് ധരിപ്പിച്ച് അവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന നാഴിക, ഇവിടെ ഒരു വലിയ ദൂതന്റെ സൈന്യത്തോടു കൂടി നമ്മൾ പ്രത്യാശിച്ചിരിക്കുന്ന കർത്താവിന്റെ മടങ്ങി വരവ് വലിയ ദൂരമൊന്നുമില്ല. അതിലേക്ക് കടക്കാൻ വലിയ ഇടുക്കവും ഞെരുക്കവും ഒന്നുമില്ല. അതിനപ്പുറം ഒരു വിശാലത പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കാൻ എൻ്റെ കർത്താവ് സർവശക്തനാണ്. ഹല്ലേലൂയ. ഈ തെസ്സലോനിക്ക ലേഖനം എഴുതുമ്പോൾ പൗലോസ് പ്രത്യാശയുടെ, സഭയുടെ പ്രത്യാശയ്ക്കു വേണ്ടി ചില ദൂതുകൾ സഭയ്ക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് 1, 2 എന്ന് പറഞ്ഞ് അപ്പോസ്തലനായ പൗലോസ് 1 തെസ്സലോനിക്കരും 2 തെസ്സലോനിക്കരും ലേഖനങ്ങൾ ശക്തമായി പഠിക്കുമ്പോൾ ഇത് 2ന്റെ രത്നച്ചുരുക്കം എന്ന് പറയുന്നത് സഭയുടെ ഒരുക്കമാണ്. സഭ ഒരുങ്ങണം. സഭ ദൈവത്തിനു വേണ്ടി വിശുദ്ധിയിലും വേർപാടിലും ഒരുങ്ങണം. എന്താ വിശുദ്ധി? വെള്ള സാരിയും വെള്ള ഷർട്ടും വെള്ള പാൻസും മീശയും താടിയെല്ലാം എടുത്ത് കമ്മലും മാലയെല്ലാം മാറ്റിപ്പോയിരിക്കുന്നതാണോ വിശുദ്ധി? അതാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? അങ്ങനെയുള്ളതാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അങ്ങനെയുള്ള രീതിയിലാണോ നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നത്? അത് തെറ്റായ ധാരണയാണ്. അങ്ങനെയെങ്കിൽ കൊച്ചു കേരളത്തിലുള്ള അല്പം പേര് മാത്രമേ നിത്യതയെ പ്രവേശിക്കൂ. കോടാനുകോടി യുഗങ്ങളിൽ കിടക്കുന്ന ലക്ഷോപലക്ഷം കോടാനുകോടി ജനമുണ്ട്. കർത്താവ് രക്ഷിതാവായി സ്വീകരിച്ച് അവരവരുടെ കൾച്ചറിൽ, അവരവരുടെ രീതിയിൽ, അവരവരുടെ ജീവിതത്തിൽ അവർ ശീലിച്ചു വരുന്നത് അതിനെ നിർത്തിക്കൊണ്ട് ജീവനുള്ള ദൈവത്തിന്റെ കൽപ്പനകൾ മുറുകെ പിടിച്ച് വിശുദ്ധിക്ക് വേണ്ടി അവരുടെ തലത്തിൽ നിൽക്കുമ്പോൾ ഇന്ന് രാത്രി ചിന്തിക്കണം. സ്തോത്രം. കേവലം സ്തോത്രം വെള്ളം നല്ലതാ. പ്രൈസ് ദി ലോർഡ്. എല്ലാം നല്ലത് തന്നെയാണ്. പക്ഷെ അതിനകത്ത് 1000 അർത്ഥങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്ന് പകൽക്കാലം 1-ാമത്തെ ഭാഗം തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്ന പൗലോസ് കൊടുക്കുന്ന സഭയ്ക്ക് കൊടുക്കുന്ന ഒരു ദൂതാണ്. 1-ാമത്തെ ഭാഗം 4-ാമത്തെ അധ്യായത്തിന്റെ 13 മുതൽ 18 വരെ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നത്, കർത്താവിന്റെ വരവ്, സഭയുടെ ഏറ്റെടുപ്പ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വരവിൽ എന്ത് ചെയ്യും? സഭ ഏറ്റെടുക്കും. 4-ാമത്തെ അധ്യായത്തിന്റെ 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. 5-ാമത്തെ അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യം പറയുന്നു, കർത്താവിന്റെ വരവിനായുള്ള ഒരുക്കം. ആരുടെ വരവ്? പ്രാണകാന്തന്റെ വരവിനായിട്ടുള്ള ഒരുക്കം. 5-ാമത്തെ 1 മുതൽ 11. 5-ന്റെ 12 മുതൽ 22 വരെ ആത്മീക വളർച്ചയ്ക്കായുള്ള പ്രബോധന സ്തുതികൾ. ഹല്ലേലൂയ. അപ്പൊ പ്രബോധന സഭയ്ക്കകത്ത് വേണം. കൃപാവരങ്ങൾ സഭയ്ക്കകത്ത് വേണം.
സങ്കീർത്തനങ്ങൾ സഭയ്ക്കകത്ത് വേണം. സഭയ്ക്കകത്ത് പ്രവാചകന്മാര് വേണം, പ്രവാചകിമാര് വേണം. ആദിമസഭയിൽ അഭിഷക്തം പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പ്രവാചകിമാര് പ്രവചിക്കും. ആദ്യത്തെ പാട്ട് പാടുമ്പോൾ തന്നെ ആ ആരാധന ചിലപ്പോൾ 2 മണിക്കൂറൊക്കെ ഒരു പാട്ടിൽ പോകും. അങ്ങനെ ഒരു തലമുറ ഉണ്ടായിരുന്നു. ഇപ്പൊ എവിടെ പോയി ആരാധനയൊക്കെ? സഭയിൽ പ്രവചനമുണ്ടോ? സഭയിൽ ആരാധനകളുണ്ടോ? സഭയിൽ ദൂതുകൾ വരുന്നുണ്ടോ? പാപബോധത്തെക്കുറിച്ചുള്ള, കുറ്റത്തെക്കുറിച്ചുള്ള, പാപത്തെ ഉണർത്തുന്ന ആലോചനകൾ സഭയ്ക്കകത്തുണ്ടോ? പ്രൈസ് ദി ലോർഡ്. എന്നാൽ 4-ാമത്തെ ഭാഗം ചിന്തിക്കുമ്പോൾ, 5-ാമത്തെ 23 മുതൽ 24 വരെ ചിന്തിക്കുമ്പോൾ, നമ്മെ തന്റെ വരവിനായി ആമേൻ നിയോഗത്തോടെ നിർമ്മിക്കുന്ന കർത്താവിന്റെ വിശ്വസ്തത. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നമ്മെ തന്റെ വരവിനായി, ആരെ വരവിനായി? യേശുവിന്റെ വരവിനായി നിയോഗത്തോടെ ഒരുക്കുന്ന ഒരു ദൈവം നമ്മുടെ മുമ്പിലുണ്ട്. ഏതാണ്? നിയോഗം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. നിയോഗം. എല്ലാത്തിന്റെ മുമ്പിൽ എന്തുണ്ട്? നിയോഗം. 5-ാമത്തെ തലം ഇങ്ങനെ പറയുന്നു. ആമേൻ. സ്തോത്രം. 1-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം മുതൽ 10-ാമത്തെ വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്: സഭയിലെ ദൈവജനത്തിന്റെ നല്ല ഗുണങ്ങൾ. എന്താ ഗുണം? നല്ല ഗുണങ്ങൾ. അവരിൽ പാട്ടുണ്ടാകണം, അവരിൽ സങ്കീർത്തനങ്ങൾ ഉണ്ടാകണം, അവരിൽ പ്രസംഗം ഉണ്ടാകണം, അവരിൽ ദൂതുണ്ടാകണം, അവരിൽ ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. ഇതാണ് സഭയെക്കുറിച്ച് താൻ കൊടുക്കുന്ന ദൂത്. 6 ആമേൻ. 2-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം മുതൽ 20-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ അവിടെ പറയുന്നത് ആമേൻ സ്തോത്രം പ്രവർത്തനങ്ങളും സഭയുടെ വളർച്ചയും. അപ്പൊ പ്രവർത്തനമുണ്ടെങ്കിൽ സഭ വളരും. സഭ വളരുമ്പോൾ സാത്താന്യ ശക്തികൾ തകരും. ആമേൻ. സഭ എങ്ങനെ വളരും? ആത്മിക വരങ്ങളാൽ സഭ വളരും. ജനം സഭയ്ക്കകത്ത് ഒത്തൊരുമിച്ച് ഒരേ മനസ്സിൽ ആരാധിക്കും. ആമേൻ. ഒരേ സ്വരത്തിൽ അവർ ദൂതുകൾ പറയും. ഒരുത്തൻ ദൂത് പറയുമ്പോൾ മറ്റവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. അവൻ ദൂത് അവസാനിപ്പിക്കുമ്പോൾ അടുത്ത വ്യക്തി ദൂത് തുടങ്ങും. പ്രവചനപരം സഭയ്ക്കകത്തുണ്ടോ? നിങ്ങൾ പ്രവാചകിയാണോ? നിങ്ങൾ പ്രവാചകനാണോ? നിങ്ങൾ അഭിഷേകം പ്രാപിച്ചിട്ടുണ്ടോ? എന്താ പ്രാപിക്കാത്തത്? എന്താ അഭിഷേകത്തിനകത്ത് നിൽക്കാത്തത്, നിൽക്കാൻ കഴിയാത്തത്? ഒന്ന്, വളർച്ചയില്ല. ആമേൻ. അടുത്ത് പ്രൈസ് ദി ലോർഡ് 3-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം മുതൽ 13-ാമത്തെ വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ. ആമേൻ. പൗലോസിന്റെ ആത്മീയ കരുതൽ. ആമേൻ. കരുതൽ വേണം. ആമേൻ. തന്നെ ഏൽപ്പിച്ച ദൗത്യത്തെക്കുറിച്ചുള്ള കരുതൽ അഭിഷക്തന്മാർക്ക് വേണം. ആ കരുതൽ വരുമ്പോഴാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്നത്. എന്താ പ്രവൃത്തി വെളിപ്പെടാത്തത്? എന്താ വെളിപ്പെടാത്തത് എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ വിഷയമാണ് ആ പറയുന്ന വ്യക്തിക്ക് അഭിഷേകത്തിന്റെ ശക്തി വേണം. പ്രൈസ് ദി ലോർഡ്. അഭിഷേകമുള്ളവനെ ഒരു വ്യക്തിക്കും തൊടാൻ കഴിയത്തില്ല. സ്തോത്രം. അടുത്ത നോയിക്കേ, അടുത്ത പദം 4-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം മുതൽ 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ വിശുദ്ധി ജീവിതത്തിന്റെ പ്രധാന ഭാഗം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സഭയ്ക്ക് കൊടുക്കുന്ന ദൂത, സഭയ്ക്ക് കൊടുക്കുന്ന അരുളപ്പാടാണ്. സ്തോത്രം. ഈ നൂറ്റാണ്ടിൽ നമ്മൾ എവിടെ നിൽക്കുന്നു? നമ്മൾ ഏതൊക്കെ ഭാഗത്തേക്കാണ് നിൽക്കുന്നത്? ഇവിടെ പറയുന്നു കർത്താവ് താൻ ഗംഭീരനാദത്തോടും. എന്നാൽ 14-ാം വാക്യം പറയുന്നു ആമേൻ സ്തോത്രം, യേശു മരിക്കുകയും ആമേൻ ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു. ആമേൻ എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം ആമേൻ സ്തോത്രം. ഇന്ന് പകൽക്കാലം ശ്രദ്ധിക്കൂ. ദൈവത്തിന്റെ സഭയ്ക്ക് വേണ്ടി ദൈവം കൊടുക്കുന്ന അരുളപ്പാടുകളും ദൈവം കൊടുക്കുന്ന ആമേൻ ദൂതുകളും ദൈവം കൊടുക്കുന്ന ആമേൻ ലീഡിങ്ങുകളും അത് വെറുതെ ഒന്നുമല്ല. ഇതെല്ലാം ദൂതൻ മുഖാന്തരം വരുന്നതാ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഇരിക്കുന്നതിൽ നിങ്ങൾ വചനം പഠിക്കുന്നവരാ. നിങ്ങൾക്ക് ചിന്തിക്കാമല്ലോ, ആമേൻ സ്തോത്രം, വചനം പഠിക്കാൻ നമുക്ക് ആമേൻ ചൊവ്വയും ബുധനും വ്യാഴവും മാത്രം കയറിയാൽ പോരെ എന്നൊരു ചിന്ത നിങ്ങൾക്ക് വരാം. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, ആമേൻ, അങ്ങനെ ഉള്ളവരൊന്നും ഇതിനകത്തില്ല. ഇതെല്ലാം വില കൊടുക്കുന്നവരാ. നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഇതെല്ലാം മാറ്റിവെച്ച് ദൈവത്തിന്റെ ആലോചന കേൾക്കാൻ ഞാനും നിങ്ങളും തയ്യാറാകുന്നു എങ്കിൽ, നിങ്ങൾ ആമേൻ 50% തയ്യാറാണെങ്കിൽ ഞാൻ അതുക്കും മേലെ തയ്യാറായിരിക്കുക. ആമേൻ. നമ്മുടെ എല്ലാ ഇടപാടുകളും മാറ്റിവെച്ച് കർത്താവിന്റെ മുമ്പിൽ രാവും പകലും പ്രാർത്ഥിച്ച് വചനദൂതുകൾക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ, ദൈവജനമേ, നിങ്ങളായിരിക്കുന്ന പട്ടണങ്ങളിൽ, നിങ്ങളിരിക്കുന്ന സ്ഥലങ്ങളിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും.
വെളിപ്പെടുത്തണമോ? കർത്താവിന്റെ വരവ് വാതിക്കലായിരിക്കുന്നു. ഇവിടെ നമ്മൾ 18 വരെ വായിച്ചു, പക്ഷേ 17 വരെ വായിച്ചു നിർത്തി. 18ാമത്തെ വാക്യം നോക്കിയേ, അവിടെ എന്താ പറയുക? ഈ വചനം എന്താണ്? ആമേൻ, അന്യോന്യം എന്ത് ചെയ്യണം? ആശ്വസിപ്പിച്ചു കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. ഇത് ഒരുത്തൊരു വ്യക്തിക്ക് വേണ്ടി മാത്രമുള്ളതല്ല. എന്നാൽ വെളിപ്പാട് പുസ്തകം വ്യക്തമായി പറയുന്നു, ഈ വചനം വായിക്കുന്നവൻ മാത്രമല്ല, പിന്നെ ഇത് കേൾക്കുന്നവരും. നിങ്ങൾ വായിക്കുമ്പോൾ പതിയെ വായിക്കരുത്, മിണ്ടാതിരുന്ന് വായിക്കരുത്. മിണ്ടാതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വായിക്കുന്ന അവർക്ക് പോലും കേൾക്കാൻ പറ്റുന്നില്ല. ആ തലത്തിൽ വായിക്കരുത്. നിങ്ങൾ വായിക്കുമ്പോൾ എന്ത് ചെയ്യണം? എത്രത്തോളം ശബ്ദത്തിലൂടെ വായിക്കാൻ പറ്റുമോ അത്രത്തോളം ശബ്ദത്തിൽ വായിക്കണം. കാരണം നിങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ പിന്നാമ്പുറത്തൂടെ ഒരാൾ കടന്നു പോകുമ്പോൾ ചിലപ്പോൾ ആ വാക്യം അദ്ദേഹത്തിനുള്ളതായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയോ, ഞാൻ ഒരു ഹോട്ടലിൽ മുറിയെടുക്കുമ്പോൾ സ്തോത്രം, ഞാൻ അതിനകത്തിരുന്ന് ഗൂഗിൾ മീറ്റ് നടത്തുമ്പോൾ സ്തോത്രം, അതിൻ്റെ അതേ സെയിം 4ാമത്തെ നിലയിൽ ഒരു മനുഷ്യൻ ആത്മഹത്യക്ക് വേണ്ടി നിൽക്കുക. സ്തോത്രം. ഞാനകത്തിരുന്ന് മീറ്റ് നടത്തിക്കൊണ്ടിരിക്കുക. ആമേൻ. അദ്ദേഹം വാദക്കൊന്ന് കേട്ടുകൊണ്ടിരിക്കുക. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഞാൻ ഹോട്ടലിൽ നിന്ന് ഞാൻ ഇറങ്ങും മുമ്പേ അദ്ദേഹം ഒന്നും കണ്ടു. പ്രൈസ് ദി ലോർഡ്. നിസ്സാര കാര്യമാ. എന്താ കാര്യം? എനിക്ക് വേണമെങ്കിൽ ആ ദൗത്യം വേറൊരാളിനെ ഏൽപ്പിക്കാമായിരുന്നു. എന്നാൽ എൻ്റെ ശബ്ദം അവിടെ മുഴങ്ങത്തില്ല. ഇന്ന് രാത്രി ഒരു കാര്യം പറയട്ടെ, ദൈവ പൈതലേ, നിന്റെ ശബ്ദം നീ വചനം വായിക്കുമ്പോൾ ദേശം മുഴങ്ങണം. സ്തോത്രം. പാടുമ്പോൾ ദേശം മുഴങ്ങണം. അപ്പോൾ ചോദിക്കും, എന്താ ദിനീഷ് ബ്രദറെ, ഇന്നലെയും അവിടെ ആരാധനയുണ്ടോ? എന്താ ലിൻഡാലിറ്റി, ഇന്നലെയും നിങ്ങൾക്ക് ആരാധന ഉണ്ടായിരുന്നോ? ആമേൻ. എന്താ 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 എന്ന് ചോദിക്കുമ്പോൾ, എന്താ ഓമന സിസ്റ്റർ, ഇന്നലെയും ആരാധനയാണോ, എന്നും ആരാധനയാണോ എന്ന് ചോദിക്കത്തക്ക തലത്തിൽ ദുഷ്ടൻ അടങ്ങിയിരിക്കത്തില്ല. അവൻ പ്രബലനാകും. പ്രൈസ് ദി ലോർഡ്. അവൻ ശക്തിയോടെ മുമ്പിലോട്ട് വരും. പക്ഷെ ഒരു കാര്യം ഉറപ്പായിട്ടും ഇന്ന് രാത്രി ദൂതായിട്ട് പറയാം, ഈ മീഖായേൽ എന്ന ദൂതൻ അറിയിപ്പാൻ കർത്താവ് തന്നെ ഒരുക്കി മുമ്പിലോട്ട് കൊണ്ടുവന്നെങ്കിൽ, മത്തായി സുവിശേഷം 16ാമത്തെ അധ്യായം അതിന്റെ 27ാമത്തെ വേദാംശത്തിലേക്ക് ഇന്ന് രാത്രി ഒരാളിന് ശബ്ദമുയർത്തി മത്തായി സുവിശേഷം 16ാമത്തെ അധ്യായം അതിന്റെ 27ാമത്തെ വേദാംശത്തിലേക്ക് വരാം. വായിച്ചാട്ടെ. മനുഷ്യപുത്രൻ തന്റെ പിതാവിന്റെ മഹത്വത്തിൽ തന്റെ ദൂതന്മാരുമായി വരും. അപ്പോൾ അവൻ ഓരോരുത്തനും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകും. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. കേൾക്കാമോ നിങ്ങൾക്ക്? കർത്താവ് എങ്ങനെയാ വരാൻ പോകുന്നതെന്ന് അറിയാമോ? പ്രൈസ് ദി ലോർഡ്. 16ാമത്തെ അധ്യായത്തിന് 27 പറയുന്നത് ഇങ്ങനെയാണ്, മനുഷ്യപുത്രൻ ഹല്ലേലൂയ തന്റെ പിതാവിന്റെ മഹത്വത്തിൽ തന്റെ ദൂതന്മാരുമായി വരും. ദൂതന്മാരുമായി പ്രതിഫലം തരുവാൻ, അവനവന് കൊടുക്കേണ്ട പ്രതിഫലം തരാൻ. നിന്റെ അടുത്ത് വരുന്നത് ആരെന്നറിയാമോ? മോനെ ദാനിയേലേ, നീ പോയി വിശ്രമിക്കടാ. കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ നീ എണീറ്റ് വന്നേ പറ്റൂ. ഇന്നിവിടെ ചെയ്യുന്ന സകലത്തിനും ഓഹരിയുണ്ട്. പഠിപ്പിക്കുന്ന സൺഡേ സ്കൂൾ ടീച്ചർമാരെ, നിങ്ങൾക്ക് ഇവിടെ ഓഹരിയില്ല, പക്ഷെ അവിടെ ഓഹരിയുണ്ട്. ദൂതന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. എത്ര ദിവസം, എത്ര ടച്ച് ചെയ്തു, എത്ര ജോലി ചെയ്തു, എത്രത്തോളം നിങ്ങൾ കർത്താവിന്റെ വേല ചെയ്തു, എത്ര മണിക്കൂർ ജോലി ചെയ്തു, അത്രയും മണിക്കൂറത്തെ പൈസ അല്ലാതെ ഹല്ലേലൂയ കർത്താവിന് വേണ്ടി എത്രത്തോളം ചെയ്തു. ആമേൻ. 5 മിനിറ്റ് ആണോ ചെയ്തേ? 5 മിനിറ്റത്തെ പൈസ. 10 മിനിറ്റ് ആണോ? 10 മിനിറ്റത്തെ പൈസ. 1 മണിക്കൂറാണോ? 1 മണിക്കൂറത്തെ പൈസ. 2 മണിക്കൂറാണോ? അപ്പൊ നിങ്ങൾ ചിന്തിക്ക്, ഞാൻ ദൈവത്തിന് എത്രത്തോളം ജോലി ചെയ്യുമോ, പണിയെടുക്കുമോ, അത്രത്തോളം സാലറി ഉണ്ട്. ഈ ഭൂമിയുടെ സാലറി പിടിച്ചു വയ്ക്കുമ്പോൾ, സകലതും പിടിച്ചു വയ്ക്കുമ്പോൾ, സ്വർഗത്തിലെ സാലറിക്ക് പിടിച്ചു വയ്ക്കാൻ കഴിയത്തില്ല. നിന്റെ ആവശ്യബോധം അറിഞ്ഞ് നിനക്ക് വേണ്ടി തരുന്നൊരു സ്വർഗമുണ്ട്. അതിനു വേണ്ടി ദൂതന്മാരെ അവൻ ഏൽപ്പിച്ചിട്ടുണ്ട്. മീഖായേൽ എന്ന ദൂതൻ അവിടെ. അപ്പോൾ അവൻ ഓരോരുത്തന് അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം പകരം നൽകും. ഉറപ്പായിട്ടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ഉറപ്പായിട്ടും ദൈവത്തിന് കൊടുക്കുന്ന സമയം, ദൈവത്തിന് കൊടുക്കാൻ നാം തയ്യാറാണെങ്കിൽ
അതിനപ്പുറം ദൈവത്തിന്റെ പ്രവൃത്തിക്കായി നിൽക്കുന്ന ദൈവകുഞ്ഞെ, നിനക്ക് വേണ്ടി തരുന്നൊരു സ്വർഗമുണ്ട്. ഈ ഭൂമിയിൽ എല്ലാവരും മാറിപ്പോകും കേട്ടോ, സകലതും മാറും. ആമേൻ. പക്ഷേ ആരെല്ലാം മാറിപ്പോയാലും നിങ്ങൾ സഭയ്ക്ക് കൊടുക്കുന്ന, ആമേൻ, സഭയ്ക്ക് നിങ്ങൾ കൊടുക്കുന്ന, ദൈവത്തിന് നിങ്ങൾ സമയം വേർതിരിക്കുന്ന സകല സമയങ്ങൾക്കും ഒരു സെക്കൻഡ് പോലും കുറയാതെ സകലത്തെയും അളന്ന് തിട്ടപ്പെടുത്തി നിങ്ങൾക്ക് തരാൻ എന്ന് ദൈവം പറഞ്ഞാൽ ആര് ഇരിക്കത്തില്ല ദൈവ പൈതലേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മൾ ഇവിടെയൊക്കെയാണ്. ആമേൻ. ഇപ്പോഴതൊക്കെ മാറി കേട്ടോ. രാവിലെ ജോലി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ 10 മണിക്ക് നിർത്തിയാലും ഫുൾ സാലറിയാ. ആമേൻ. 2 മണിക്ക് നിർത്തിയാലും ഫുൾ ശമ്പളമാണ്. ഇവിടെ ജോലി ശമ്പളം കൊടുക്കുന്ന ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട്. ആമേൻ. കേറിക്കഴിഞ്ഞാൽ ശമ്പളമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് കയറുന്ന മുമ്പേ ഒന്ന് ആലോചിക്കും, ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ, എല്ലാവർക്കും ഒന്ന് റെഡിയായി നോക്കിയ ശേഷമാണ് ജോലിക്ക് നമ്മൾ ഇറങ്ങുന്നത്. സ്തോത്രം. അവിടെ മഴയാണെങ്കിലും പേമാരിയാണെങ്കിലും എന്തായാലും ആമേൻ ഇട്ടുകൊണ്ടൊന്ന് തുണി മാറ്റി ജോലി ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ പൈസയാ. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന് വേണ്ടി നിൽക്കാൻ തയ്യാറാണോ എങ്കിൽ ഇന്ന് രാത്രി ഒരു അത്ഭുതം ദൈവം ചെയ്യാൻ പോകുകയാ. സ്തോത്രം. ദൈവത്തിന് വേണ്ടി നമ്മൾ വേലയ്ക്ക് വേണ്ടി ആമേൻ ഡ്രസ് ഇട്ട് ഇറങ്ങിയാൽ, സ്തോത്രം, അതിൻ്റെ സാലറി മേൽത്തരമായിരിക്കും, ഭയങ്കരമായിരിക്കും, ഭയങ്കര ബെനിഫിറ്റുള്ള സാലറി ആയിരിക്കും. അത് ഒരു മനുഷ്യനും ഒരു വ്യക്തിക്കും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത പ്രതിഫലം തരാൻ എൻ്റെ ദൈവത്തിന്റെ പക്കലുണ്ട്. ആമേൻ. ഇല്ലെങ്കിൽ കർത്താവ് പറയത്തില്ല, ദൂതനെ അതിനുവേണ്ടി ഇന്ന് രാത്രി ആമേൻ നിയോഗത്തോടെ നിന്റെ കുടുംബത്തിലേക്കും നിന്റെ ആമേൻ സ്തോത്രം കാര്യാദികൾക്കും ദൈവം അയച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ദൈവകുഞ്ഞെ, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്വർഗം ഇന്ന് രാത്രി ഇതിനകത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ആ കർത്താവിലേക്ക് നിങ്ങളൊന്ന് ഏൽപ്പിച്ചു കൊടുത്തേ, ആ കർത്താവിന്റെ സാന്നിധ്യത്തിനായി നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തേ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ദൂതന്മാർ നിങ്ങൾക്ക് വേണ്ടി പ്രതിഫലം തരാൻ നിങ്ങളുടെ ഭവനത്തിന്റെ ഫ്രണ്ടിൽ വന്ന് നിൽപ്പുണ്ട്. വാതിൽ അവൻ മുട്ടുന്നുണ്ട്. ഇത് തുറക്കാൻ നിങ്ങൾക്ക് മനസ്സാണെങ്കിൽ അതിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുത്തോ. ആമേൻ. അതാണ് ഇവിടെ മത്തായി സുവിശേഷത്തിൽ യേശു പറയുന്ന കാര്യം. നോക്കിക്കേ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നോക്കൂ, ആമേൻ, 24-ാം വാക്യം പറയുന്നു, പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ആമേൻ, ഒരുത്തൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. തന്നെത്താൻ ത്യജിക്കണം. പലതും വേണ്ട എന്ന് വെക്കണം. ശരീരത്തിന്റെ ഭാഗങ്ങളെ ചതയ്ക്കണം. ഹലോ പ്രാപിപ്പാൻ പ്രതിഫലം ഉണ്ടെന്ന്. ഈ ഭൂമിയിൽ പലതും ചപ്പും ചവറുമെന്ന് എണ്ണിയ അനേക വിശുദ്ധന്മാരുണ്ട്. ഹല്ലേലൂയ. വസ്ത്രത്തെ വില കൊടുക്കാതെ, ചെരുപ്പിന് വില കൊടുക്കാതെ, ആമേ ഹെയറിന് വില കൊടുക്കാതെ, കണ്ണിന് വില കൊടുക്കാതെ, അവയവങ്ങൾക്ക് വില കൊടുക്കാതെ സഞ്ചരിച്ച വിശുദ്ധന്മാരുണ്ട്. ഹല്ലേലൂയ. അവരെ ശരീരം പോലും നോക്കാതെ കർത്താവിന് വേണ്ടി ഇറങ്ങിയ വിശുദ്ധന്മാരുണ്ട്. ആമേൻ. അവരെ നോക്കിയാ പറഞ്ഞ ത്യജിച്ചു വന്നവരാ അവര്. ഹല്ലേലൂയ. നോക്കിയ അടുത്ത 25-ാമത്തെ വാക്യവും 24-ഉം 25-ഉം 26-ഉം കൂടെ നിങ്ങളൊന്ന് വായിച്ചേ. ആമേ, ഈ വായനയും പ്രസംഗം കൂടെ ആകുമ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോവും. നിങ്ങളൊന്ന് വായിച്ചേ. 24-ഉം 25-ഉം 26-ഉം ഒന്ന് വായിച്ചേ. പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. എന്റെ നിമിത്തം ആരെങ്കിലും തന്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? അല്ല, തന്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്ത് മറുവില കൊടുക്കും? പ്രൈസ് ഗോഡ്. കണ്ടോ? പ്രൈസ് ദി ലോർഡ്. ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. ആമേൻ. അല്ലേ? ആയിരങ്ങൾ തെരുവിൽ ആമേൻ നോക്കുത്തികളായി നിന്ന് വചനം പ്രസംഗിക്കുമ്പോ ആമേൻ നമ്മളൊക്കെ മിടുക്കന്മാരായിട്ട് ആമേൻ ഒന്നുകൂടെ ഒന്ന് സ്ട്രെയിനായിട്ട് ഒന്ന് അവരൊരു നോട്ടം നോക്കി അങ്ങ് മറഞ്ഞു പോകാറുണ്ടല്ലേ.
എന്നാൽ അടുത്ത് സഹോദര, ഞാൻ ഒരു പാട്ട് പാടട്ടെ. സ്തോത്രം. ഒരു ബലം, ആമേൻ, ഒരാളെങ്കിലും എൻ്റെ കൂടെ ഉണ്ടല്ലോ. ഇന്ന് രാത്രി കണ്ടിട്ടും കാണാതെ പോകുന്നവനല്ല നമ്മുടെ കർത്താവ്. വചനമുണ്ടല്ലോ, ഒരുത്തൻ ഒത്തപ്രാണനായി കിടപ്പുണ്ട് വഴിവക്കില്. ആമേ, പ്രാണൻ അല്പം കഴിയുമ്പോൾ ആമേ നഷ്ടപ്പെട്ടു പോകും. അനേകർ അതുവഴി പോയി. ആമേ, സമ്പന്നന്മാര് പോയി, ആരോഗ്യമുള്ളവർ പോയി, ആമേ, രഥങ്ങളും കുതിരകളും ഉള്ളവർ അതുവഴി പോയി. ആരും അവരെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ പോയി. അവരെല്ലാം നോക്കിയത് വസ്ത്രത്തിന്റെ വിലയാ. ഇവനെ എടുത്തു കഴിഞ്ഞാൽ ആമേൻ, അവന് രക്തം തന്റെ ശരീരങ്ങളിൽ പുരലും, അവന്റെ വസ്ത്രങ്ങളിൽ രക്തക്കറ പുരലും. അതുകൊണ്ട് ആമേൻ, ആരും കണ്ടിട്ട് കാണാത്തതുപോലെ പോയി. പക്ഷെ ഒരുത്തൻ വന്നു, കാൽനടയായി, ചെരുപ്പിന് വില കൽപ്പിക്കാത്തവൻ, ജീവന വില കൽപ്പിക്കാത്തവൻ, ഹല്ലേലൂയ, വസ്ത്രത്തിന് വില കൽപ്പിക്കാത്ത ഒരുത്തൻ അതുവഴി വന്നു. അവന്റെ പേരെന്തെന്നറിയാമോ? നസറേത്തുകാരനായ യേശു എന്ന മഹാനായ ഒരു മനുഷ്യൻ അന്ന് അതുവഴി വന്ന് തന്റെ ജീവനെ മറുവലയായി നൽകി. അവനെ എടുത്ത് അവന്റെ മേൽ അവൻ സകലതും നൽകിയിട്ട് പറഞ്ഞു, അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയിട്ട് പറയുക, ഇവനെ ചികിത്സയ്ക്ക് എന്തെങ്കിലും അധികമായി വേണ്ടി വന്നാൽ ഞാൻ മടങ്ങി വരും. ബാക്കിയുള്ളത് ഞാൻ തന്നുകൊള്ളാം. അതാണ് നല്ല ശമരിയക്കാരൻ. നമ്മൾ നേഴ്സുമാരെ പറ്റി പറയാറില്ലേ, സ്വർഗത്തിലെ മാലാഖമാരെന്ന്. നിങ്ങൾ ആരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ? ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അവർക്കെതിരെ കത്തുകളും കടാരയുമായി ചാടുമ്പോൾ ശ്രദ്ധിക്കണം, നിന്റെ നെഞ്ചിനകത്ത് ചെറിയൊരു പതപ്പ് കിട്ടിയാൽ അവരതിനെ നിന്നെ എന്നേക്കുമായി ജീവനോടെ നിർത്തുവാൻ അവർ ചെയ്യുന്ന പണി എന്തെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവരുടെ ജീവനെ മാറ്റിവെച്ചിട്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യാൻ അവർ തയ്യാറാകുമ്പോൾ അവർക്ക് നേരെ കടാര എടുക്കുകയല്ലേ? അങ്ങനെയെങ്കിൽ നിനക്കും എനിക്കും വേണ്ടി അവസാനത്തുള്ളി രക്തവും ഊറ്റി ഒഴുക്കിയ സ്വന്തം ശരീരത്തെ സ്തോത്രം ഏൽപ്പിച്ചു കൊടുത്തു. ഉഴവിച്ചാൽ ഉഴവുകാർ കീറുന്നത് പോലെ തന്റെ ശരീരത്തെ അടിച്ചു മറിച്ചില്ലേ? സ്തോത്രം. 129 സങ്കീർത്തനം. ഉഴവിച്ചാൽ കീറുന്നത് പോലെ തന്റെ മുതുകിനെ കാഷ്ടകൾ കീറി കളഞ്ഞില്ലേ? സ്തോത്രം. രൂപമല്ലാതായി തീർന്നില്ലേ? സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കറിയോ, ആമേൻ, സ്തോത്രം, ഒരു സമയത്ത് ഇന്നേക്കൊരു ചില വർഷങ്ങൾക്ക് മുമ്പ് പിടഞ്ഞ് നിലത്ത് വീണപ്പോൾ എടുത്ത് വണ്ടിക്കകത്തിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ എല്ലാവരും ഓടിയെടുത്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവരുടെ മുഖത്ത് അപ്പോൾ പ്രകാശിച്ചു വന്ന ആ ഫീലിംഗ് എന്ന് പറഞ്ഞാൽ അവരെ രക്തബന്ധത്തിനേക്കാൾ അവരെ അടുത്തു വരുന്ന ഒരു പേഷ്യന്റിനെ അവരെ പരിപാലിക്കുന്നെങ്കിൽ അവരുടെ മുഖത്തുള്ള ഫീലിംഗ്, പ്രൈസ് ദി ലോർഡ്, ഇന്ന് രാത്രി ഹല്ലേലൂയ, എത്ര പേർക്കുണ്ട്? നിന്റെ സഹോദരന് ആ ഫീലിംഗ് ഉണ്ടോ? ആമേൻ. നിന്റെ ഭർത്താവിന് ആ ഫീലിംഗ് ഉണ്ടോ? നിന്റെ ഭാര്യയ്ക്ക് ആ ഫീലിംഗ് ഉണ്ടോ? നിന്നെ കൂടെ നടന്ന് നിന്റെ കൈ പറ്റുന്നവർക്ക് ആ ഫീലിംഗ് ഉണ്ടോ? അതിനേക്കാൾ ഇരട്ടി ഫീലിംഗ് ആയിട്ട് ദൈവം ചിലരെ നിയോഗിക്കപ്പെട്ട് ഈ ഭൂമിയിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ തിക്ത ഫലം എന്ന് പറഞ്ഞാൽ നിന്റെ പ്രാണനെ പിടിച്ചു നിർത്താൻ. പ്രാണനെ പിടിച്ചു നിർത്താൻ. ഹല്ലേലൂയ. ഞാൻ ഒരിക്കലെങ്കില് യാത്ര ചെയ്തു പോകുമ്പോൾ കണ്ടത് ഇങ്ങനെയാണ്. വണ്ടി അപകടത്തിൽ കിടക്കുന്ന ഒരു മനുഷ്യന് സ്തോത്രം, ഹല്ലേലൂയ, ഹാർട്ട് അല്പനിമിഷം കഴിയുമ്പോൾ നിൽക്കും. ഒരു നേഴ്സ് ഓടി വന്നിട്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിനകത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്ത് ലാസ്റ്റ് നെഞ്ചിന്റെ ഹാർട്ടിന്റെ ഭാഗത്ത് താനെ തന്നെ ശക്തി ഉപയോഗിച്ച് നല്ല പ്രസ് ചെയ്തപ്പോൾ താൻ ഒരൊറ്റ ചുമയ്ക്ക് അകത്തുള്ള ബ്ലഡും വെള്ളവും കൂടെ താൻ വൊമിറ്റ് ചെയ്തപ്പോൾ അടുത്തവര് തന്റെ വായോട് ചേർത്ത് വച്ച് കൃത്രിമ ശ്വാസം കൊടുത്ത് രണ്ടുപേർ സ്ട്രെച്ചറിലെടുത്ത് കിടത്തി വണ്ടിക്കകത്തേക്ക് കയറ്റുമ്പോഴും അവരുടെ അതേ മനുഷ്യന്റെ വായോട് പറ്റിയിരിക്കുക. ഇന്ന് രാത്രി എത്രയോ പ്രാവശ്യം നമ്മുടെ പ്രാണൻ പിടഞ്ഞു വീഴേണ്ടതായിരുന്നു, എത്രയോ പ്രാവശ്യം നമ്മൾ തീർന്നു പോകേണ്ടതായിരുന്നു. അവിടെ എല്ലാ കൃത്രിമ ശ്വാസവുമായിട്ടല്ല
വന്നത്. നിന്നെ പരിപാലിപ്പാൻ ദൈവ ദൂതന്മാരെ ഇറക്കിയെങ്കിൽ ഇന്ന് രാത്രി ആരോടൊക്കെ പറയുന്നു, നിന്നെ തകർക്കാൻ ഈ ഭൂപരപ്പിൽ ആർക്കും കഴിയത്തില്ല. കാരണം ഇവിടെ ദൂതന്മാരാൽ കാവൽ ചെയ്യുന്ന ഒരു സേന തന്റെ ഭക്തന്മാർക്കും ഭക്തന്മാർക്കും നേരെ ദൈവം ഇറക്കിയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, രക്ഷിക്കപ്പെട്ടവൻ, സ്നാനപ്പെട്ടവൻ, തിരുവേഷം എടുക്കുന്നവനും മരിക്കണമെങ്കിൽ അവൻ തീരുമാനിക്കണം. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ടവന്റെ മരണം ഇരിക്കുന്നത് സാത്താന്റെ കയ്യിലല്ല, നിന്റെ കയ്യിലാ. സ്തോത്രം. രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ടവന്റെ മരണം നിശ്ചയിക്കുന്നത് അടുത്തുള്ളവനല്ല, നീയാ. സ്തോത്രം. അതല്ലേ വചനം പറയുന്നത്, ജീവനും മരണവും പിന്നെ തന്റെ നാവിന്റെ തുമ്പത്ത. ഒരു പ്രശ്നം വരുമ്പോ ഞാൻ മരിക്കും, എന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. ഇത് ശത്രുവിന്റെ പദ്ധതി. അപ്പനെ ഹല്ലേലൂയ. ഒരു പായിലുണ്ട്, ഒരു പായിൽ കിടന്നുറങ്ങി, ഒരു പ്ലേറ്റിലുണ്ട്, ഒരു വണ്ടിയിൽ യാത്ര ചെയ്ത പലരും വിട്ടു പോകുമ്പോഴും നിന്നെ നിന്ദിക്കുമ്പോഴും ഒരവസരത്തിൽ നിനക്ക് അവരെ എല്ലാം കൈപിടിച്ച് താങ്ങാൻ ഒരവസരം ദൈവം നിന്റെ മുമ്പിൽ കൊണ്ടുവരും. അന്ന് കല്ലും നെല്ലും തെളിയിച്ച് നിന്നെ ഒരു മഹാറാണിയാക്കി, നിന്നൊരു രാജാവാക്കി ദൈവം ആക്കി വയ്ക്കുമെങ്കിൽ അതിന് അപ്പുറം മറ്റൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഒരിക്കൽ ഞങ്ങളുടെ ഭവനത്തിൽ ഉപവാസം വെച്ചപ്പോൾ ഒരു പ്രവാചകൻ, ഒരു ദൈവദാസനെ ഞാൻ വിളിച്ചു പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ബിന്ദുസിസ്റ്റർ പറഞ്ഞു, ഇങ്ങനെയാ, നിങ്ങൾക്ക് 2 മക്കളുണ്ട്, 2-ൽ ഒരാള് സ്തോത്രം അറിയപ്പെടാത്ത സ്ഥലത്ത് ദൈവം കൊണ്ടുപോകും. ഹല്ലേലൂയ. അദ്ദേഹം ഞാൻ കിടന്നു ചോദിച്ചു, പാസ്റ്റർ അത് ആരായിരിക്കും? അദ്ദേഹം പറഞ്ഞില്ല. സ്തോത്രം. അദ്ദേഹം പറഞ്ഞു, ഒരിക്കലും ഞാൻ പറയത്തില്ല, നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി പറഞ്ഞത് ദൈവമാണെങ്കിൽ അദ്ദേഹം ഇന്നും നെയ്യാറ്റിൻകരയുടെ ഭാഗത്ത് ജീവിച്ചിരിപ്പുണ്ട്. സ്തോത്രം. അദ്ദേഹത്തിന്റെ കണ്ണ് കണ്ടാൽ പോലും പേടിയാവും. അത്ര ഒരു പ്രായമുള്ള പക്വതയുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹം ഇരുന്ന് വേണ്ടിയതെല്ലാം വിളമ്പി. ഹല്ലേലൂയ. അതിൽ പ്രകാരം വ്യക്തികൾ മടങ്ങി വന്നപ്പോൾ കാലം അതിക്രമിച്ചു പോകും മുമ്പേ ചിലത് ദൈവം ചെയ്യാൻ തുടങ്ങി. ഇന്ന് രാത്രി ദൈവ പൈതലേ, നിന്നിലും എന്നിലും ദൈവം ദൂതറിയിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും തടയാൻ കഴിയില്ല. തച്ചിന് കുത്തിയിരുന്ന് എത്ര എണ്ണം ജപിച്ചാലും, നിനക്കെതിരെ പ്രാർത്ഥിച്ചാലും, നിനക്കെതിരെ ഗൂഢപദ്ധതികൾ ഒരുക്കിയാലും, ഇന്ന് രാത്രി ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്നെ അറിയാത്തവൻ നിന്റെ കുടുംബത്തെ നോക്കി, നിന്റെ ഭാവിയെ നോക്കി, നിന്റെ ലൈഫിനെ നോക്കി, നിന്റെ ഫ്യൂച്ചറിനെ നോക്കി ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 2020-ലുള്ളതല്ല, അത് 2021-ലുള്ളതല്ല, 2025-ൽ മാത്രം അടങ്ങി നിൽക്കുന്നതല്ല. ലോങ് ലൈഫാണ്. അത് ഈ ഭൂപരപ്പിൽ കഴിയുന്നതിന് മുൻപേ നിന്റെ കണ്ണുകൊണ്ട് നീ കാണും. അത് നിവർത്തിക്കും. അത് ദൈവം നിനക്ക് തരും. ആരൊക്കെ എതിരായി നിന്നാലും നിനക്ക് തരുമെന്ന് നീ ഉറച്ചു വിശ്വസിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്ക്. നന്മ തരാമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പട്ടണങ്ങൾ താണ്ടിയും ആകാശവിധാനത്തെ കീറി മുറിച്ചും ദൈവം നിന്റെ മധ്യത്തിൽ ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഇറങ്ങും. ഇനി എത്ര മന്ത്രം വന്നാലും, എത്ര തന്ത്രങ്ങൾ വന്നാലും, എത്ര കുതന്ത്രങ്ങൾ വന്നാലും, എത്ര കുരുക്കുകൾ വന്നാലും, എത്ര പേർ ഇതിനെ വിട്ട് മാറിയാലും ദൂത് വിട്ട് മാറത്തില്ല. കാരണം ഇന്ന് രാത്രി പറഞ്ഞവൻ കള്ളനല്ല, പറഞ്ഞവൻ പോഷ്കുള്ളവനല്ല, പറഞ്ഞവൻ ജീവന്റെ ഉടമസ്ഥനാ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അവൻ നിനക്ക് പ്രതിഫലം തരും. ആമേൻ. അവൻ പ്രതിഫലം തരും. പ്രൈസ് ദി ലോർഡ്. അവൻ നിനക്ക് പ്രതിഫലം തരും. അവൻ തരുന്ന പ്രതിഫലം ആർക്കും കണക്കൂട്ടാൻ കഴിയില്ല. ഒരു കാൽക്കുലേറ്ററിന് കൂട്ടാനോ കുണിക്കാനോ കഴിയില്ല. അവൻ ചെയ്യുന്ന അത്ഭുതങ്ങളെ വർണ്ണിപ്പാൻ ഒരു നാവിനും കഴിയത്തില്ല. നാളെ എനിക്ക് ഇങ്ങനെ ചെയ്യുമെന്ന് പറയാൻ കഴിയത്തില്ല. പക്ഷേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വാക്കു പറഞ്ഞാൽ മാറാത്ത ഒരുത്തൻ ഇന്ന് രാത്രി പറയുന്നു, നിനക്ക് വേണ്ടി പ്രതിഫലം തരാൻ എന്റെ സ്വർഗം ഇന്ന് രാത്രി ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ശുശ്രൂഷയുണ്ടോ? നിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ആമേൻ. സ്തോത്രം. അതല്ലേ ഭക്തൻ പറഞ്ഞ, മരണവാസങ്ങൾ എന്നെ ചുറ്റി, പാതാള വേദനകൾ വരട്ടെ, വേദന വരട്ടെ, വിപത്തുകൾ വരട്ടെ, പ്രശ്നങ്ങൾ വരട്ടെ, പക്ഷെ നിന്റെ ദൂതനെ എടുത്തു മാറ്റാൻ കഴിയില്ല.
ഹല്ലേലൂയ. പ്രശ്നം വരട്ടെ, നിന്റെ ശുശ്രൂഷ അവസാനിച്ചിട്ടില്ല. ശുശ്രൂഷ അവസാനിച്ചെങ്കിൽ എന്നെ പണ്ടേ തീർന്നു പോയേനെ. പക്ഷെ ഇന്ന് രാത്രി നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ഞാൻ ആമേൻ ആക്സിഡന്റുകൾ 1, 2, 3 ഒന്നും അല്ല കേട്ടോ, ചത്തുപോയെന്ന് പറഞ്ഞെടുത്ത് വെളിയിൽ കളഞ്ഞതാ. പക്ഷേ ശുശ്രൂഷ തീർന്നോ എന്ന് ഞാൻ ചോദിച്ചു. തീർന്നില്ലല്ലോ, ഇല്ല. ആമേൻ, തീർന്നില്ലെങ്കിൽ ഇന്ന് രാത്രി ഉറപ്പായിട്ട് പറ, നീ കാണാത്ത രാജ്യങ്ങളിൽ ദൈവം നിന്നെ കൊണ്ട് പാർപ്പിക്കും. സ്തോത്രം, ഹല്ലേലൂയ. തീർന്നിട്ടില്ല കേട്ടോ. പട്ടിണി വന്നപ്പോഴും പച്ചവെള്ളം ആമേൻ ആമേൻ ചായയായി കുടിച്ച സമയങ്ങളിലും ആമേൻ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. ഓ, ഉരുട്ടി കഴിക്കേണ്ട സമയത്തും കോരി കുടിച്ച ആമേൻ ദിനരാത്രികളിലെ ആമേൻ വിശന്ന് ഒട്ടിയ വയറുമായി പൊട്ടി ഒഴുകുന്ന കവിൾത്തടങ്ങളുടെ കണ്ണീരുമായി തലമുറകളും വ്യക്തികളും ചോദിച്ചു, എന്താ ഇനി? ഉറങ്ങിക്കോ ഉറങ്ങിക്കോ, ഉറങ്ങി എണീക്കുമ്പോൾ ആഹാരം കിട്ടും. ആ ഉറക്കം ചിലപ്പോൾ പ്രഭാതം വരെ ആയിരിക്കാം. ആ ഉറക്കം ചിലപ്പോൾ പ്രഭാതം വരെ കാണാം. പക്ഷെ ഇന്ന് രാത്രി പറയാം, അന്ന് നീ പിടിച്ചു നിന്നതും, അന്ന് നീ അനുഭവിച്ചതും, അന്ന് നിനക്ക് നീ ചെയ്ത് സഹിച്ചതും, അന്ന് നീ മധുരമായി പച്ചവെള്ളം കുടിച്ചതുപോലെയും, അന്ന് നീ ചായക്ക് പകരം ആ സമയത്ത് ചൂടുവെള്ളം കുടിച്ച് തരണം ചെയ്തതും ഇതൊന്നും അറിയാത്ത ദൈവമല്ല, ഇതെല്ലാം അറിയുന്ന ഒരു ദൈവമുണ്ട്. അവൻ പറയുന്നു, പ്രതിഫലം ഞാൻ കൊണ്ടുതരും. ഹല്ലേലൂയ. പ്രതിഫലം കൊണ്ടുതരും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രതിഫലത്തിന്റെ ഉടമസ്ഥൻ ദൈവമാണ്. നിനക്ക് വേണ്ടി തരുവാൻ, എനിക്ക് വേണ്ടി തരുവാൻ അവൻ ശക്തനാണ്. ഹല്ലേലൂയ. ആമേൻ. ദൈവകുഞ്ഞേ, ഇന്ന് പകൽക്കാലം ശരീരം ക്ഷയിച്ചു കാണും. ശരീരത്തിനെ കുറിച്ചൊന്നും പറ്റത്തില്ലെന്ന് പറയും. ശരീരം പറയും പറ്റത്തില്ല, കൈ പറയും കഴിയത്തില്ല, കാല് പറയും കഴിയത്തില്ല, ഡിസ്ക് പറയും കഴിയത്തില്ല, 21 വാരിയെല്ലും പറയും കഴിയത്തില്ല, നോ എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്ന് പറയും. പക്ഷെ ഇന്ന് രാത്രി 206 അസ്ഥി പറയും നടക്കില്ല, കഴിയത്തില്ല. പക്ഷെ നിർജീവമായതിനെ പുറത്തു കൊണ്ടുവന്ന ദൈവം ഇന്ന് രാത്രി പറയുന്നു, നിനക്ക് ആവശ്യം ഉറപ്പും ധൈര്യവുമുള്ള ഒരു ഹൃദയമുണ്ടെങ്കിൽ ഈ രാത്രി ചില കോട്ടകളെ അതിജീവിക്കാനുള്ള ചില കൃപകൾ തരാൻ എന്റെ ദൈവം സർവശക്തൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ ജഡം ബലഹീനമാണ്. രാവിലെ എണീക്കും പറയും വയ്യ, വയ്യ പറയരുത്. ഒരു എവിടെയാണോ വേദന അവിടെ രാജസ്ഥാൻകാർ ചെയ്യുന്നൊരു കാര്യമുണ്ട്. സ്തോത്രം. അവര് കൊടക്കമ്പി പോലത്തെ കമ്പികൾ കൂർപ്പിച്ച് അവരുടെ യാത്രകളിൽ അവർ കരുതും. സ്തോത്രം. കൊടക്കമ്പി പോലത്തെ കമ്പികൾ, ഒന്നിലധികം കമ്പികൾ ആമേൻ സ്തോത്രം നല്ല മിനുസമായി കൂർപ്പിച്ച്, സൂചിയേക്കാൾ പവറായി കൂർപ്പിച്ച് അവരവർ യാത്രകൾ കരുതും. ദീർഘദൂര യാത്രകൾ ചെയ്യുന്ന, മരുഭൂമിയിൽ കൂടെ ട്രക്ക് ഓട്ടിക്കുന്ന, 80, 100 വീലുള്ള വണ്ടി ഓട്ടിക്കുന്ന അവരുടെ വണ്ടികളിലെല്ലാം ഇത് കരുതും. കാരണം അവർ വണ്ടി ഓട്ടിച്ചുകൊണ്ട് കഴുത്തിൻ്റെ ഭാഗത്ത് പറയും പറ്റില്ല എന്ന് പറഞ്ഞ് ഇവിടെ കഴുത്തുടക്കുമ്പോൾ ഈ കമ്പി എടുത്ത് സൈലൻസറിനകത്തേക്ക് വയ്ക്കും. സ്തോത്രം. 1 മണിക്കൂർ കഴിയുമ്പോൾ കമ്പി നല്ല റെഡ് കളറിൽ പഴുക്കും. ഇതിനെടുത്ത് ഏത് ഞരമ്പാണോ പ്രശ്നം ആ ഞരമ്പിനകത്ത് കൂത്തിയും കയറ്റി കരിക്കും. അലോ 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 അതിനെ കരിച്ച് കളയും. കരിച്ച്. സ്തോത്രം. ചിലതൊന്ന് രാത്രി കരിയട്ടെ, ചിലതൊന്ന് രാത്രി നിന്റെ ശരീരം വിട്ട് മാറട്ടെ. നിന്റെ ഏത് വെയിനാ പ്രശ്നം, ഇന്ന് രാത്രി ചില വെയിനുകൾ യഥാസ്ഥാനപ്പെടാൻ പോകുക. ചില അസ്ഥികൾക്ക് ഇന്ന് രാത്രി വിടുതല. ഇതിനകത്തിരുന്ന് പ്രാർത്ഥിക്കുന്നതല്ലേ, നീ ഇരിക്കുന്ന സ്ഥലം ആരാധന ആലയമായിരിക്കട്ടെ, നീ ഇരിക്കുന്ന സ്ഥലം ആരാധന ഉയരട്ടെ. ഇന്ന് രാത്രി എവിടെയാണോ വേദന ആ ഭാഗത്തേക്ക് ഇന്ന് രാത്രി ചിലതൊക്കെ ദൈവം സംഭവിക്കാൻ പോകുക. സ്തോത്രം. ഞാൻ ചോദിച്ചു, പ്രിയ ബ്രദറെ എന്താ വിഷയം? നീ മിണ്ടാതിരിക്കെ, ഇത് കുറെ നാളായി എന്നിട്ട് പരിഹസിക്കുന്നത്. ഇന്നിതിനെ ഞാൻ കൊടുക്കാം. കുത്തിപ്പിടിച്ചിട്ട് ഒരു കൈ കൊണ്ട് ഇങ്ങനെ കുത്തി കയറ്റിയിട്ട് മറുകൈ താൻ പൈപ്പിലേക്ക് ഇങ്ങനെ അമർത്തി പിടിക്കും. എത്ര ഉറപ്പുള്ള പൈപ്പാണെങ്കിലും അത് വളഞ്ഞു വരും. കാരണം അത്രമേൽ ഈ ഞരമ്പിനെ കരിക്കുകയാ. അവിടെ വച്ചത് കട്ട
കട്ടാകും. വേദന എവിടെയാണോ വ്യാപരിക്കുന്നത് അത് കട്ടാകുക. ഇന്ന് രാത്രി ചില വെയിലുകൾ നിന്നെ നടത്തില്ല എന്ന് പറയുന്ന, നിനക്ക് ഉറക്കം തരത്തില്ല എന്ന് പറയുന്ന, നിനക്ക് ആഹാരം കഴിക്കില്ല എന്ന് പറയുന്ന, ദഹനം കൊടുക്കില്ല എന്ന് പറയുന്ന, ബ്ലഡിലെ യഥാസ്ഥാനമായി കടത്തിവിടില്ല എന്ന് പറയുന്ന ചില വെയിനുകൾ ഇന്ന് രാത്രി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ചില ശരീരത്ത് നിന്ന് ഇന്ന് രാത്രി അതിനെ ദൈവാത്മാവ് നോർമലാക്കുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ. നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്ന് രാത്രി എണീക്കുമ്പോൾ ചിലത് ദൈവം ചെയ്തുകൊണ്ടിരിക്കുക. സ്തോത്രം. നിങ്ങൾക്കറിയോ, സ്തോത്രം, തിരുവനന്തപുരം പട്ടണത്തിനകത്ത് നിന്ന് പ്രസംഗിച്ചപ്പോൾ ഹല്ലേലൂയ, യൂറോപ്യന്റെ രാജ്യത്തിനകത്ത് ഡിസ്ക് ബൾജായിരുന്നതിനെ ദൈവാത്മാവ് ആ ഡിസ്ക് പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ യഥാസ്ഥാനപ്പെടുത്തിയെങ്കിൽ അവിടെ ഒരു വൈദ്യനെ കൊണ്ടും കഴിഞ്ഞില്ല. മേജർ ഓപ്പറേഷൻ ലക്ഷങ്ങൾ വിധി എഴുതിയെങ്കിൽ ഇന്ന് രാത്രി പറയട്ടെ, നിന്റെ പ്രാർത്ഥനയും സമർപ്പണവും വിശ്വാസവും ദൈവത്തോടുള്ള ബന്ധവും ഇന്ന് രാത്രി എത്രത്തോളം ഉണ്ടെന്ന് നോക്കാൻ, നിന്നെ ടെസ്റ്റ് ചെയ്യാൻ ഒരു ദൈവം നിന്റെ അടുത്ത് നിൽപ്പുണ്ട്. മരുന്ന് രണ്ടാമത്, വൈദ്യൻ രണ്ടാമത്, സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി പറയുന്നു, വിശ്വസിച്ചാൽ നിന്നെ ഇന്ന് ഈ പട്ടണം പുച്ഛിക്കുമ്പോൾ, നിന്നെ ഈ പട്ടണം മുഖത്ത് തുണി വെച്ച് നാറ്റമെന്ന് പറയുമ്പോൾ, നിന്നെ അവരെല്ലാം അവോയ്ഡ് ചെയ്യുമ്പോൾ, അതേ പട്ടണത്തിൽ വെച്ച് നിന്നെ ഉയർത്തുന്ന ഒരു ദൈവം ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു. പ്രൈസ് ദി ലോർഡ്. നിന്നെ മാനിക്കും, പ്രൈസ് ദി ലോർഡ്. നിന്നെ ഉയർത്തും, നിന്നെ ഉയർത്തും ദൈവവൈതലേ. ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയട്ടെ ദൈവവൈതലേ, ആത്മാവിൽ ദൂത് പറയുക, ആത്മാവിൽ ദൂതെന്ന് രാത്രി ഞാൻ പറയുക. സ്തോത്രം. എന്നോട് ദൈവം പറയാൻ പറയുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ആമേൻ. സ്തോത്രം. രക്ഷിക്കപ്പെട്ട ദൈവവൈതലിനെ ആരും ഒതുക്കാൻ ശ്രമിച്ചാലും ഈ രാത്രി ഇതിനകത്തിരിക്കുന്ന ഒന്നിലധികം പേര് ഇതിനകത്തിരിപ്പുണ്ട്. സ്തോത്രം. നിനക്ക് വിരോധമായി ഭവനങ്ങൾ സഭയെന്ന പോലെ ഗൂഢാലോചന നടത്തുന്ന ചില ഭവനങ്ങളെ ദൈവം ദർശിക്കുന്നു ഇന്ന് രാത്രി. ഹല്ലേലൂയ. നിന്നെ തകർക്കാൻ, നിന്നെ എങ്ങനെയെങ്കിലും വലിച്ച് താഴെ ഇടാൻ ഇന്ന് രാത്രി കുറിച്ചു വെച്ചോ. നിന്റെ ഡയറിയിൽ, നിന്റെ ബൈബിളിൽ നീ കുറിച്ചു വെച്ചോ. ഈ പറയപ്പെടുന്ന വ്യക്തികൾക്ക് ഒന്ന് കരകയറണമെങ്കിൽ നിന്റെ അടുത്ത് വന്ന് ക്ഷമ പറയാതെ കരകയറാൻ കഴിയില്ല. സ്തോത്രം. എല്ലാം കിട്ടിപ്പോയെന്ന് പറഞ്ഞ് നിന്നെ പരിഹസിക്കുന്നവരുണ്ടല്ലോ. ഈ രാത്രി വ്യക്തിപരമായി ഞാൻ പേര് പറയുന്നില്ല, പക്ഷേ ഒന്നിലധികം പേര് ഇതിനകത്തിരിപ്പുണ്ട്. ദൈവവൈതലേ, ചില വ്യക്തിയോട് ദൈവാത്മാവ് ഇന്ന് രാത്രി ശക്തമായി ഇടപെടുന്നു. നിന്നെ ഇന്ന് രാത്രി എത്രത്തോളം നിന്നെ അകപ്പതനം കാണാൻ ശ്രമിക്കുമോ, ചിലപ്പോൾ നിന്റെ അമ്മയായിരിക്കാം, ചിലപ്പോൾ നിന്റെ അപ്പനായിരിക്കാം, ചിലപ്പോൾ നിന്റെ സഹോദരങ്ങളായിരിക്കാം, ചിലപ്പോൾ നിന്റെ സഹോദര ബന്ധങ്ങളായിരിക്കാം, ചിലപ്പോ രക്തബന്ധങ്ങൾ പലരുമായിരിക്കാം, ചിലപ്പോൾ വേറെ ആരെങ്കിലും ആയിരിക്കാം. ആരാകട്ടെ, ദൈവത്തിന്റെ വ്യവസ്ഥയിൽ നിൽക്കുന്ന കുഞ്ഞിനെ തൊടാൻ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി ദൈവം ചിലരെ പ്രൊട്ടക്ഷൻ ചെയ്യാൻ മീഖായേലിനെ ഇന്ന് രാത്രി ഇറക്കിയിട്ടുണ്ട്. നിന്നെ ആർക്കും വഴിയിൽ വെച്ച് പതിയിരിപ്പിനാൽ തകർക്കാൻ കഴിയത്തില്ല. നിന്റെ അകപ്പതനത്തിൽ നിന്നെ തകർത്താൻ നോക്കുന്ന ചില വ്യക്തിയുടെ നടുവിൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. ഒരു 2 വർഷം മുമ്പ് ദൈവാത്മാവിൽ ഒരു കർത്താവിൻ്റെ ദാസിയോട് ദൈവാലോചന പറഞ്ഞു, ദൈവദാസിയെ, നിങ്ങൾ ഭാരപ്പെടണ്ട, നിങ്ങളെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല, പക്ഷേ നിങ്ങൾക്കെതിരെ നിൽക്കുന്നവരൊന്നും സ്തോത്രം മുമ്പിലോട്ട് വരണമെങ്കിൽ നിങ്ങളുടെ കാല് പിടിക്കണം. പ്രൈസ് ദി ലോർഡ്. അതിന്ന് വരെയും ഇപ്പം പോകും, നാളെ പോകും, മറ്റന്നാൾ പോകും, ഇന്ന കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നെല്ലാം പറഞ്ഞ് ഇരുന്നവർ ഇന്നും അവിടെ ഇരിക്കുക. സ്തോത്രം. എന്താണെന്നറിയാമോ കാര്യം? അനാഥയെ നീ എന്ത് ചെയ്യരുത്, പരിഹസിക്കരുത്. പ്രൈസ് ദി ലോർഡ്. പീഡിപ്പിക്കരുത്. ആമേൻ. അവരെ ശകാരിക്കരുത്. ഹല്ലേലൂയ. ആരും ഇല്ല എന്ന് പറഞ്ഞ് അവരെ ഒറ്റപ്പെടുത്തരുത്. അതിനകത്തൊരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രൂത്തിന് കൊടുത്ത ദൂത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? രൂത്തിന് എന്താ ദൂത് കൊടുത്തെന്നറിയാമോ? അവളെ എന്ത് ചെയ്യരുത്, ശകാരിക്കരുത്. അവളെ എന്ത് ചെയ്യരുത്, പീഡിപ്പിക്കരുത്. അവളെ എന്ത് ചെയ്യരുത്, ഉപദ്രവിക്കരുത്. അവളെ വിട്ട് ജോലി ചെയ്യിക്കരുത്. അവളെ കുറവിനെ എടുത്തു പിടിച്ച് നീ അമ്മാനമാടരുത്. അവളെ വിളിച്ചത് ഞാനാ. അവൾക്ക് വേണ്ടിയത് കൊടുക്കാൻ വെള്ളത്തിൽ കോരി വച്ചതിനെ കുടിച്ചോ. നീ ഏറെ സഹിച്ചില്ലേ,
എല്ലാം നഷ്ടപ്പെട്ടില്ലേ? നിന്നെ ഒരിക്കലും ആർക്കും പരിഹസിക്കാൻ ഒരു പരിഹാസം മാത്രമായി വിട്ടുകൊടുക്കത്തില്ല. ഇന്ന് രാത്രി അങ്ങനെ ആരെങ്കിലും വേദനയോടെ ഇരിക്കുന്നെങ്കിൽ, ഭാരപ്പെടുന്ന ജോബിനെ, ഭാരപ്പെടുന്ന പ്രൊഫസറെ, ഭാരപ്പെടുന്ന സരിസിസ്റ്ററെ, ഭാരപ്പെടണ്ട. ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്യും. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ദൈവം ചിലത് ചെയ്യും. സിസ്റ്ററെ, ദൈവം ചിലത് ചെയ്യും. പ്രാർത്ഥിക്കുന്നവനെ തകർക്കാൻ ആർക്കും കഴിയത്തില്ല. പ്രാർത്ഥിക്കുന്നവരെ മാറ്റി നിർത്താൻ കഴിയത്തില്ല. പ്രാർത്ഥിക്കുന്നതിനെതിരെ ഗൂഢാലോചന ചെയ്യാൻ കഴിയത്തില്ല. ദൈവം അതിനെ അനുവദിക്കത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. ശബനപരകഥന വൈഡകരാജകൽക്കനാദി വൈഡപ്രൗഢപരക്ഷം വൈഡകരാജകൽക്കനാദി. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി അതേ വ്യക്തമായി വിളിച്ചു പറയുന്നു. ദൈവത്തിന് അനുകൂലമായി നിൽക്കുന്ന, ദൈവത്തിന്റെ വചനപ്രകാരം ത്യജിച്ച് സകലതും വെടിഞ്ഞ് കർത്താവിനോട് നിൽക്കുന്ന ദൈവകുഞ്ഞെ, നിന്നെ മാനിക്കാൻ, നിനക്ക് വേണ്ടി രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കാൻ എന്റെ ദൈവം സർവശക്തനാണ്. അവൻ തുറക്കാമെന്ന് പറഞ്ഞാൽ ആർക്കും അടയ്ക്കാൻ കഴിയാത്തതൊന്ന് അവൻ തുറക്കും. അതിനുവേണ്ടി നീ വെയിറ്റ് ചെയ്തോ, അതിനുവേണ്ടി പ്രാർത്ഥിച്ചോ. ദൈവം അതിനുവേണ്ടി അത്ഭുതങ്ങളെ ചെയ്യാൻ പോകുകയാണ്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അഭിഷക്തനായിരിക്കുന്ന ഞങ്ങളുടെ ബഹുമാനായ അഭിഷക്തൻ ജ്ഞാനദാസ് അഭിഷക്തനോട് ദൈവത്തിന്റെ ആത്മാവിന്റെ രാത്രി ആലോചന കൈമാറുകയാണ്. സ്തോത്രം. അഭിഷക്തനെ രാജ്യങ്ങളുടെ വാതിലിനായി നിങ്ങളുടെ യാത്രയ്ക്കായി ദൈവാത്മാവ് ഒരുക്കുന്നുണ്ട്. ശമനപരകതുനി വൈഡകരാജകൽക്കനാദി. ദൈവാത്മാവിന്റെ രാത്രി ശക്തമായി വിളിച്ചു പറയുന്നു അഭിഷക്തനെ. ഹല്ലേലൂയ, സ്തോത്രം. ഇങ്ങനെ പറയാൻ പറയുന്നു, രാജ്യങ്ങളുടെ വാതിലിൽ കൊട്ടിയടയ്ക്കുമ്പോൾ തന്നെ രാജ്യങ്ങളുടെ വാതിലിൽ തുറന്നു വരുന്ന ദിവസങ്ങൾ ആസന്നമായിട്ടുണ്ട്. അഭിഷക്തനെ എഴുതി വെച്ചു പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുണ്ട്, എഴുതി വെച്ചു പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുണ്ട്. ദൈവം അതിനുവേണ്ടി വഴികൾ തുറക്കുന്നു എന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ആലോചനയായി ദൂതായി പറയാൻ ദൈവാത്മാവ് എന്നോട് പറയുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ സ്തോത്രം, അവൻ തുറന്നാൽ ആർക്കും അടയ്ക്കാൻ കഴിയാത്ത, അവൻ അടച്ചാൽ ആർക്കും തുറക്കാൻ കഴിയാത്ത തലത്തിൽ ദൈവം ചില വഴികൾ 2025 അവസാനിക്കും മുൻപേ ദൈവം ചെയ്തെടുക്കുന്നു എന്ന് രാത്രി ആലോചന പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തലമുറയിൽ ഒന്നിനെ സ്തോത്രം ഇതുവരയ്ക്കും കുടുംബതലങ്ങളിലോ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, രക്തബന്ധങ്ങളിലോ ആരും പോകാത്ത ചില രാജ്യങ്ങളില് ഞാൻ അവരെ അയക്കുമെന്ന് ദൈവാത്മാവിന്റെ രാത്രി പറയാൻ പറയുന്നു. കർത്താവ് അതേ നിലയിൽ വരുന്ന നാൾക്കളിൽ ദൈവം ചെയ്യുന്നു. അതിൻ്റെതായ നിലയിൽ ചില വഴികളും വാതിലുകളും ദൈവം തുറന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം ഇന്ന് രാത്രി മറന്നു പോകരുത്. സ്തോത്രം. അവർക്ക് വേണ്ടി ചില വഴികളും വാതിലുകളും ചില വ്യക്തികളും അവർക്ക് വേണ്ടി, അവരുടെ പഠനത്തിന് വേണ്ടി, അവരുടെ ലൈഫിന്റെ ആവശ്യത്തിന് വേണ്ടി, ആവശ്യകതയ്ക്ക് വേണ്ടി മീഖായേലിനെ ഇറക്കുന്നത് പോലെ ചില വ്യക്തികളെ ദൈവാത്മാവ് ചില തലങ്ങളിൽ ദൈവം നിർത്തുമെന്ന് രാത്രി ആലോചന പറയുക. പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിലിരിക്കുക. സ്തോത്രം. ഈ ദിവസങ്ങളിൽ ദൈവം മുമ്പിൽ ഇരിക്കുക. ദൈവം ചില പ്രൈസ് ദി ലോർഡ് വഴികൾ, പുതുവഴികൾ മുമ്പിൽ തുറന്നു വരുന്നുണ്ട്. 2023 തുറക്കേണ്ട വഴികൾ പലതും, 24 തുറക്കേണ്ട പലതും 25 വരുമ്പോഴും 26 പകുതിയിലും ദൈവാത്മാവ് ശക്തമായി വിളിച്ചു പറയുന്നു, തുറക്കുന്ന ദിവസങ്ങൾ ആസന്നമായിട്ട്. ദൈവാത്മാവ് അങ്ങനെ തന്നെ ഇന്ന് രാത്രി ആലോചന കൈമാറുകയാണ്. അഭിഷേകത്തിനെ പ്രാർത്ഥിച്ചോളൂ. ഈ നാളുകളില് തലമുറകളായി ഒരുമിച്ച് ചില മണിക്കൂറുകൾ കർത്താവിന് വേണ്ടി വേർതിരിക്കൂ. ദൈവം അതിനകത്ത് ഒരു വലിയ റിസൾട്ട് ദൈവം തരാൻ പോകുക. സ്തോത്രം. ചിലത് മൂടിക്കളഞ്ഞതിനെ, ചിലതിനെ മാറ്റിവെച്ചതിനെ പലതിനെയും ഓപ്പൺ ചെയ്യുന്ന നാളുകൾ വിദൂരമല്ലെന്ന് ദൈവാത്മാവിന്റെ രാത്രി ആലോചന കൈമാറുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. നമ്മുടെ കരങ്ങളെ ഉയർത്തി ഒരു 3 ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ, യെസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വാക്യം കൂടെ വായിച്ച് ചില കുറുവാക്യങ്ങൾ കൈമാറാൻ പോകുകയോ. യോശുവയുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, യോശുവയുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ സ്തോത്രം 11-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരികയാണ്. സ്തോത്രം. കേട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ ഹൃദയം ഉരുകി, നിങ്ങളുടെ നിമിത്തം എല്ലാവർക്കും ധൈര്യം കെട്ടുപോയി.
നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ദൈവമാകുന്നു. ഒന്നുകൂടെ വായിക്കാമോ? രണ്ടാമത്തെ അധ്യായം, യോവേലിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 10, 11, 12 വാക്യത്തിലേക്ക് വരാം. യോവേലിന്റെ പുസ്തകം കൂടെ. യോവേലിന്റെ പുസ്തകം 2-ാം അധ്യായം 10, 11 വാക്യങ്ങൾ. സ്തോത്രം. അവരുടെ മുമ്പിൽ ഭൂമി കുലുങ്ങുന്നു, ആകാശം നടുങ്ങുന്നു, സൂര്യനും ചന്ദ്രനും ഇരുണ്ടു പോകുന്നു, നക്ഷത്രങ്ങൾ പ്രകാശം നൽകാതിരിക്കുന്നു. യഹോവ തന്റെ സൈന്യത്തിന് മുൻപിൽ മേഘനാദം കേൾപ്പിക്കുന്നു. അവന്റെ പാളയം അത്യന്തം വലുതും അവന്റെ വചനം അനുഷ്ഠിക്കുന്നവൻ ശക്തിയുള്ളവനും തന്നെ. യഹോവയുടെ ദിവസം വലുതും അതിഭയങ്കരവുമാകുന്നു. അത് സഹിക്കാവുന്നവൻ ആർ? അത് സഹിക്കാവുന്നവൻ ആർ? പ്രൈസ് ദി ലോർഡ്. യഹോവ തന്റെ സൈന്യത്തിന്റെ മുമ്പിൽ മേഘനാദം കേൾപ്പിക്കുന്നു. വഴികളെ ഒരുക്കുന്ന ദൈവം, ആഴിയെ വിളിക്കുന്ന ദൈവം, ആകാശമണ്ഡലത്തെ താനൊരു പേപ്പർ ചുരുട്ടുന്നത് പോലെ ചുരുട്ടുന്ന സമയം വരുന്നു. സകലത്തിന്റെ മേലും ആമേ ദൈവത്തിന്റെ കരം പതിക്കുന്ന നാളുകൾ. ആമേ സ്തോത്രം. ഹല്ലേലൂയ. 1 തെസ്സലോനിക്കർ ലേഖനം 4-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം നമ്മൾ പഠിക്കുമ്പോൾ, കൊലോസ്യർ 1:10, ആമേൻ, എഫേസ്യർ 4:1-2, ഫിലിപ്പിയർ 4:9, കൊലോസ്യർ 2:6 ഈ വാക്യങ്ങളിലേക്ക് നമ്മൾ വരപ്പെടുമ്പോൾ ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന ആമേ പൗലോസ് വിളിച്ചു പറയുകയാണ്, ദൈവത്തിന്റെ സമയം അത് ശീഘ്രത്തിൽ വരുന്നുണ്ട്, അത് ശീഘ്രത്തിൽ വരുന്നു. കൊലോസ്യർ 2:6 പറയുന്നു, കർത്താവ് വരാൻ പോകുകയാണ്. ഹല്ലേലൂയ. 1 തെസ്സലോനിക്കർ ലേഖനം 2:12, 1 കൊരിന്ത്യർ 11:2, റോമർ 6:19-22, 1 കൊരിന്ത്യർ 1:30, 2 തീമോഥെയോസ് 2:15, എബ്രായ ലേഖനം 2:12-14, 1 പത്രോസ് 1:2, 1 കൊരിന്ത്യർ 6:18, ആമേ സങ്കീർത്തനം 79:6, ഇരമ്യാവ് 9:3, പ്രൈസ് ദി ലോർഡ് 10:25, ഗലാത്യർ 4:8, എഫേസ്യർ 4:17, റോമർ 1:26, റോമർ 1:24, 1 പത്രോസ് 3:7, 2 കൊരിന്ത്യർ 6:8, റോമർ 13:4. ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി വിളിച്ചു പറയുന്നു, ദൈവത്തിന്റെ സമയം ഒരുങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ സമയം. ആമേൻ. അതിനുവേണ്ടി ഒരുങ്ങാൻ സഭ ഈ ദിവസങ്ങളിൽ തയ്യാറെടുക്ക്. ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ, ദൈവത്തിന് വേണ്ടി ആമേൻ നിൽക്കാൻ ദൈവസഭ തയ്യാറാക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. 1 തെസ്സലോനിക്കർ 2:3 പറയുന്നതും ആമേൻ. 1 തെസ്സലോനിക്കർ 4:3, 4, 5, 6 വിളിച്ചു പറയുക, ദൈവത്തിന്റെ ദിവസത്തിന് വേണ്ടി, ദൈവത്തിന്റെ വരവിന് വേണ്ടി ദൈവജനം നിൽക്ക്. സ്തോത്രം. യൂദ 9-ാം വാക്യം, മത്തായി 24:31, 1 കൊരിന്ത്യർ 15:52, 2 തെസ്സലോനിക്കർ 1:6, 1 കൊരിന്ത്യർ 15:23, 2 തെസ്സലോനിക്കർ 2:1. സ്തോത്രം. ഹല്ലേലൂയ. വെളിപ്പാട് 14:13, വെളിപ്പാട് 14:2, വെളിപ്പാട് 14:12, വെളിപ്പാട് 14:16. സ്തോത്രം. ഹല്ലേലൂയ. വായിക്ക്. ദൈവത്തിന് വേണ്ടി ആമേ ഫലം കായ്ക്കാൻ നമ്മൾ തയ്യാറാകട്ടെ. സ്തോത്രം. ദൈവകാര്യാദികൾ ഭംഗിയായി ചെയ്യും. പ്രാർത്ഥിക്കാം. ആമേൻ. ഇവിടെ നമ്മൾ വായിച്ച കുറുവാക്യം 1 തെസ്സലോനിക്കർ ആമേൻ സ്തോത്രം 5 ആമേൻ 4:16 ഇങ്ങനെ വായിക്കുന്നു. ആമേൻ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ മിഖായേൽ ഇറങ്ങി വന്നിരിക്കുന്നു. കുടുംബങ്ങളിൽ, നിങ്ങളുടെ യാത്രകളിൽ നിങ്ങൾ അനുഭവിക്കാറുണ്ടോ? നിങ്ങളുടെ വാഹനയാത്രകളിൽ എൻ്റെ കൂടെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ഒരാളൂടെ എൻ്റെ പിറകെ ഉണ്ടെന്ന് നിങ്ങൾ അനുഭവിക്കാറുണ്ടോ? അനുഭവിക്കാറുണ്ടല്ലോ അല്ലേ? യെസ്. ഞാൻ 1000കണക്കിന് ദിവസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ വാഹനത്തിൽ നിറയെ ആൾക്കാർ. ചില ഏറ്റവും ഒന്നും കയറാതിരിക്കാൻ ഇത്രയും
വലിയ വണ്ടിയിൽ ഞാൻ ഒറ്റയ്ക്ക് യാത്ര കയറുന്നില്ലേ, ഏറ്റൊന്നും കയറുന്നില്ലേ? എന്താ കാര്യം? 24 പേര് വണ്ടിക്കകത്തിരിക്കുക. ആകപ്പാടെ 4 പേർക്ക് പോകാനുള്ള നമ്മുടെ വണ്ടിയിൽ 24 പേരിരിക്കുക. അവരെ വെയിറ്റ് കേട്ടിട്ടുണ്ട്. ഒരു ദൂതന്റെ വെയിറ്റ്, ഒരു മൂപ്പന്റെ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 600-700 കിലോ. അപ്പൊ 24 പേര് നമ്മുടെ വണ്ടിക്കകത്ത് കയറിയാലോ? എന്നാലും ചോദിക്കേ. അതിൽ ഒരാൾ നമ്മുടെ 2 വീലറിന്റെ പിറകെ കയറി ഇരുന്നാൽ ഒരാൾ ഒറ്റയ്ക്കൊന്നും ഇരിക്കത്തില്ല കേട്ടോ. അവരൊരു സൈന്യമായിട്ടാണ് ഇരിക്കുന്നത്. സ്തോത്രം പറ. അതുകൊണ്ടാണ് നമ്മൾ ഇരിക്കുന്നത്. സ്തോത്രം. ഇന്ന് രാത്രി കർത്താവിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം, പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും സ്തോത്രം ചെയ്ത് ഈ രാത്രി നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ